Once again, welcome back to KC's Classes. KC's Classesന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. This is Kiran CS. ശ്രീനാരായണ ഓപ്പൺ യൂണിവേഴ്സിറ്റി M.Com ഫസ്റ്റ് സെമസ്റ്റർ എക്സാംസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. നെക്സ്റ്റ് നടക്കാൻ പോകുന്നത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള തിയറി പേപ്പറാണ് ലീഗൽ ആസ്പെക്ട്സ് ഓഫ് ബിസിനസ്. നമ്മൾ ഈ ഒരു പേപ്പറിന്റെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസിന്റെ വീഡിയോ ഓൾറെഡി അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞിട്ടുള്ളതാണ്. കാണാത്തവരുണ്ടെങ്കിൽ കാണാം. സ്മാർട്ട് സ്റ്റഡിക്ക് വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും. നെക്സ്റ്റ് ഉറപ്പായും പ്രതീക്ഷിക്കുന്ന ഓരോ പാർട്ടുള്ള ചോദ്യങ്ങളുടെ ഡിസ്കഷനാണ് നമ്മൾ ഇന്നു മുതൽ ആരംഭിക്കുന്നത്. ഇന്നത്തെ വീഡിയോയിൽ പാർട്ട് സിയില് ഉറപ്പായും പ്രതീക്ഷിക്കുന്ന SC ചോദ്യങ്ങളാണ് നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. വീഡിയോയിലോട്ട് പോണേക്കാൾ മുമ്പ് പറയാനുള്ളത്, നമ്മുടെ സ്ഥാപനം ശ്രീനാരായണ ഓപ്പൺ യൂണിവേഴ്സിറ്റി M.Com എല്ലാ സെമസ്റ്ററിലെയും ക്ലാസ്സസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ലൈവ് ക്ലാസ് ഗൂഗിൾ മീറ്റിലൂടെ പ്രൊവൈഡ് ചെയ്യുന്നു. വീഡിയോ ക്ലാസ്സിന്റെ റെക്കോർഡും ആക്സസ് ചെയ്യാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ എപ്പോൾ വേണമെങ്കിലും പഠിച്ച് ഡൗട്ട് ഉള്ളത് ചോദിക്കാനുള്ള അവസരം ഉണ്ടെന്നുള്ളതാണ്. ഇതുവരെയുള്ള നമ്മുടെ റിസൾട്ട്സ് ഒക്കെ സൂപ്പർ റിസൾട്ട്സ് ആണ് കേട്ടോ. സോ നമ്മുടെ ക്ലാസ്സിൽ ജോയിൻ ചെയ്ത് പഠിച്ച് നല്ല മാർക്ക് മേടിക്കാൻ താല്പര്യമുള്ള കുട്ടികൾക്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുള്ള എൻ്റെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം, ക്ലാസ്സസ് ആക്സസ് ചെയ്യാം. ഫസ്റ്റ് സെമസ്റ്റർ കഴിഞ്ഞാൽ ഉടനെ തന്നെ സെക്കൻഡ് സെമസ്റ്ററിന്റെ ക്ലാസ്സസ് ആരംഭിക്കുന്നതാണ്. എല്ലാ പേപ്പറിന്റെയും അസൈൻമെന്റ് സപ്പോർട്ടും നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, സോ നമുക്ക് എന്തെങ്കിലും സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ നമ്മൾ പാർട്ട് സിയില് ഉറപ്പായും പ്രതീക്ഷിക്കുന്ന SCയില് നമ്പർ 1 എന്നാ പിടിച്ചു, ലീഗൽ എൻവയോൺമെന്റ് എന്താണ്? ലീഗൽ എൻവയോൺമെന്റ് എന്താണ്? അതിൻ്റെ ഇമ്പോർട്ടൻസ് നിർബന്ധമായും പഠിക്കുക കേട്ടോ. ലീഗൽ എൻവയോൺമെന്റിന്റെ ഇമ്പോർട്ടൻസ്, കോമ്പോണൻസ് ഇത് ഒരു ക്വസ്റ്റ്യൻ. അതുപോലെ തന്നെ ആ ഒരു സെയിം ചാപ്റ്ററിലുള്ളതാണ്. ലീഗൽ എൻവയോൺമെന്റിൽ പ്രീ ഇൻഡിപെൻഡൻസിലും പോസ്റ്റ് ഇൻഡിപെൻഡൻസിലും ലീഗൽ എൻവയോൺമെന്റ് എങ്ങനെയായിരുന്നു ഇന്ത്യയിൽ എന്നുള്ള ഒരു ക്വസ്റ്റ്യനും കൂടി ഉണ്ട്. സോ ഇതിൽ ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യൻ ആണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. എന്താണ് ലീഗൽ എൻവയോൺമെന്റ് ഡ്യൂറിങ് ദ പ്രീ ആൻഡ് പോസ്റ്റ് ഇൻഡിപെൻഡൻസ് പീരീഡ്സ്. അപ്പോൾ ഇതാണ് നമ്മൾ പ്രതീക്ഷിക്കുന്ന ആദ്യത്തെ ഒരു ക്വസ്റ്റ്യൻ. ഓക്കെ, ലീഗൽ എൻവയോൺമെന്റിനെ റിലേറ്റ് ചെയ്തുള്ള ഒരു ക്വസ്റ്റ്യൻ. മൂവിങ് ടു നമ്പർ 2, രണ്ടാമത് എക്സ്പെക്ട് ചെയ്യുന്നതാണ് കോമ്പറ്റീഷൻ കമ്മീഷൻ. നിർബന്ധമായും പഠിക്കുക. കോമ്പറ്റീഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ. അതിൻ്റെ ഫീച്ചേഴ്സ്, അതുപോലെ തന്നെ പവേഴ്സ്, ഫങ്ഷൻസ്, ഇതാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അതിൻ്റെ ഫീച്ചേഴ്സ് എന്താണ്, അതുപോലെ തന്നെ പവേഴ്സ് ആൻഡ് ഫങ്ഷൻസ് കോമ്പറ്റീഷൻ കമ്മീഷൻ്റെ. ദെൻ ആ ഒരു ചാപ്റ്ററിൽ തന്നെ വേറൊരു ടോപ്പിക് ഉണ്ട്, ചിലപ്പോൾ വരാം, എന്തായാലും അതും കൂടി നോക്കി വെക്കുക. മെയിനായിട്ട് നമ്മൾ ഇതാണ് പ്രതീക്ഷിക്കുന്നത്, എന്നാലും അഡീഷണൽ ആയിട്ടുള്ള അതും കൂടി സജഷൻ നൽകുന്നു. കോമ്പറ്റീഷൻ ആക്ട് 2002 ഉണ്ട്. അതിൻ്റെ ഫീച്ചേഴ്സ്, ഒബ്ജക്റ്റീവ്സ്, അതിൻ്റെ ഫീച്ചേഴ്സ്, ഒബ്ജക്റ്റീവ്സ് ഉണ്ട്, സ്കോപ്പ്, ഇത്ര കാര്യങ്ങൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളൊരു SC ഉണ്ട്. കൂടുതൽ കോമ്പറ്റീഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ അതാണ് എക്സ്പെക്ട് ചെയ്യുന്നത്. ഇതും എന്താണ് ഈക്വലി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റൊരു ടോപ്പിക്കാണ് കേട്ടോ. ദെൻ നെക്സ്റ്റ് നമ്മൾ പ്രതീക്ഷിക്കുന്നൊരു ക്വസ്റ്റ്യൻ ആണ് എൻവയോൺമെന്റ് പ്രൊട്ടക്ഷൻ ആക്ട് 1986. എന്താണ് അതിൻ്റെ ഒബ്ജക്റ്റീവ്സ്? നിർബന്ധമായും പഠിക്കുക, പ്രതീക്ഷിക്കുന്നൊരു ചോദ്യമാണ്. എൻവയോൺമെന്റ് പ്രൊട്ടക്ഷൻ ആക്ട് 1986ൻ്റെ പ്രൊട്ടക്ഷൻ ആക്ട് 1986 അതിൻ്റെ ഒബ്ജക്റ്റീവ്സ് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ പ്രതീക്ഷിക്കുന്നുണ്ട്. ഇനി നെക്സ്റ്റ് ഒരു സജഷൻ പറയാനുള്ളത് റെഗുലേഷൻ. ഫെമയുടെ കാര്യം ആദ്യം പറയാം. ഫെമയുടെ ബേസിക്സ് ചിലപ്പോൾ വരാം. ഫെമ എന്താണ്, അതിൻ്റെ ഒബ്ജക്റ്റീവ്സ് ആൻഡ് ഫീച്ചേഴ്സ്, അതിൻ്റെ ഒബ്ജക്റ്റീവ്സ് ആൻഡ് ഫീച്ചേഴ്സ്, അതൊരു ക്വസ്റ്റ്യൻ.
നമുക്ക് 4 SC ആണ് വരുന്നത്. പിന്നെ അതിൽ തന്നെ നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ സാധിക്കുന്ന ഒരു ചോദ്യം എന്ന് പറയുന്നത് റെഗുലേഷൻ ആൻഡ് മാനേജ്മെന്റ് ഓഫ് ഫോറിൻ എക്സ്ചേഞ്ച് ഇന്ത്യയിലെ. അപ്പോൾ ഇത് നമ്മൾ പ്രതീക്ഷിക്കുന്ന മറ്റൊരു ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഇതിൽ നിന്ന് നമ്മളൊരു 4 ക്വസ്റ്റ്യൻസ്, ഇപ്പോൾ ഈ പറഞ്ഞതിൽ നിന്ന് 4 ക്വസ്റ്റ്യൻസ് പ്രതീക്ഷിക്കുന്നുണ്ട്. അഡീഷണൽ ആയിട്ടൊരു സജഷൻ കൂടി നൽകുന്നുണ്ട്. അത് IT ആക്ട് ആണ്, ഇൻഫർമേഷൻ ടെക്നോളജി ആക്ട്. ചിലപ്പോൾ വരാം, അതല്ലെങ്കിൽ അത് 5 മാർക്കിനായിരിക്കും വരാം. ആക്ട് 2000 ആൻഡ് 2008 ഫീച്ചേഴ്സ്. ഓക്കെ, ചിലപ്പോൾ അത് 5 മാർക്കിലേക്കാവും വരാം. അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ ഉറപ്പായും പ്രതീക്ഷിക്കുന്ന പാർട്ട് സിയിലുള്ള SC ചോദ്യങ്ങൾ. നമുക്കിതിൽ നിന്ന് 2 എഴുതിയാൽ മതി. അപ്പോൾ നമ്പർ 1 ഇതിൽ നിന്ന് എന്തായാലും കിട്ടും നിങ്ങൾക്ക്. ലീഗൽ എൻവയോൺമെൻറ്റ് എന്താണ്, അതിൻ്റെ ഇമ്പോർട്ടൻസ്, പിന്നെ അതിൻ്റെ കോമ്പോണൻസ് നോക്കുക. അതുപോലെ തന്നെ ഡ്യൂറിങ് ലീഗൽ എൻവയോൺമെൻറ്റ് ഡ്യൂറിങ് ദ പീരീഡ് ഓഫ് പ്രീ ആൻഡ് പോസ്റ്റ് ഇൻഡിപെൻഡൻസ്, അതാണ് പിന്നെ പറയാനുള്ള. പിന്നെ കോമ്പറ്റീഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ, അതിൻ്റെ ഫീച്ചേഴ്സ്, പവേഴ്സ്, ഫങ്ഷൻസ്. കോമ്പറ്റീഷൻ ആക്ട് 2002 ഉണ്ട്. ഇതിൽ ഏതെങ്കിലും ഒരെണ്ണമാണ് പ്രതീക്ഷിക്കുന്നത് കേട്ടോ. ഒന്നെങ്കിൽ കോമ്പറ്റീഷൻ കമ്മീഷൻ, അതല്ലെങ്കിൽ കോമ്പറ്റീഷൻ ആക്ട്. പിന്നെ എൻവയോൺമെൻറ്റ് പ്രൊട്ടക്ഷൻ ആക്ട് 1986, അതിൻ്റെ ഒബ്ജക്റ്റീവ്സ്. ദെൻ ഒന്നെങ്കിൽ ഫെമ ഒബ്ജക്റ്റീവ്സ്, ഫീച്ചേഴ്സ്, അതല്ലെങ്കിൽ റെഗുലേഷൻ ആൻഡ് മാനേജ്മെൻറ്റ് ഓഫ് ഫോറിൻ എക്സ്ചേഞ്ച്, അതെങ്ങനെയാണെന്നുള്ളൊരു ചോദ്യം. ഓക്കെ, പിന്നെ ഒരു അഡീഷണൽ സജഷൻ ആണ് IT ആക്ട്. ചിലപ്പോഴേ വരാൻ സാധ്യത, അത് SCക്ക് അല്ലെങ്കിൽ 5 മാർക്കിലേക്ക് ആവും വരാം, അതിൻ്റെ ഫീച്ചേഴ്സ് കേട്ടോ. സോ ദാറ്റ്സ് അബൌട്ട് നമ്മൾ ഉറപ്പായും പ്രതീക്ഷിക്കുന്ന SI ചോദ്യങ്ങളുടെ ഡീറ്റെയിൽസ്. ഇതിൽ നിന്ന് 4 നിങ്ങൾക്ക് കിട്ടും. ഓക്കെ, നെക്സ്റ്റ് ഉറപ്പായും പ്രതീക്ഷിക്കുന്ന പാർട്ട് B, അതുപോലെ തന്നെ പാർട്ട് എയിലുള്ള ചോദ്യങ്ങളുടെ ഡിസ്കഷനുമായിട്ട് എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങളുടെ മുമ്പിൽ എത്താം എന്നുള്ള പ്രതീക്ഷയോടെ നിർത്തുന്നു. ദിസ് ഇസ് കിരൺ CS സൈനിങ് ഓഫ്. ഹാവ് എ നൈസ് ഡേ. താങ്ക് യു.